വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതേ ഗൈസ്, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടിയിരിക്കുകയാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 കൊല്ലമായിട്ടുണ്ടാവും. ഇപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയത് കഴിഞ്ഞ കൊല്ലം 2025 നവംബർ ഡിസംബർ ആ ഒരു മാസത്തിലാണ് എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എനിക്കിപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ 7 കൊല്ലത്തെ എൻ്റെ പരിശ്രമത്തിന് ശേഷം എനിക്ക് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് വരുമാനം കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ. അതിന് തന്നെ പേര് കണ്ടുപിടിക്കുന്നത്, തന്നെ വീഡിയോസ് എടുക്കുന്നത്, തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുക്കാനൊന്നും അധികം അറിയാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ചെയ്ത് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്തിച്ചിട്ടുണ്ട്. ഷോർട്സും വീഡിയോസും ലൈവും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചാനലിന് ഫസ്റ്റ് റവന്യൂ കിട്ടി. ഇതിൽ നമുക്ക് റവന്യൂ കറക്റ്റ് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ അങ്ങനെയാണ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്, നമുക്ക് അങ്ങനെ കറക്റ്റ് റവന്യൂ പറയാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ഞാൻ പറയാം, ഒരു 15-നും 25-നും നടുക്ക് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് റവന്യൂ. കറക്റ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ആയിട്ട് കിട്ടുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കിട്ടി. ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആട്ടോ. കാരണം എന്നെ കളിയാക്കിയവരുടെയൊക്കെ മുന്നിൽ എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടി എന്ന് പറയാൻ നിങ്ങളാണ് കാരണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും സാധിക്കില്ല. കളിയാക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ലെങ്കിലും നമ്മളെ തളർത്താനും കളിയാക്കാനും ഒരുപാട് പേരുണ്ടാവാം. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടിയെന്ന് പറയുമ്പോഴല്ലോ, കാരണം 7 കൊല്ലത്തെ കാത്തിരിപ്പാണ്. ഈ 7 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു റവന്യൂ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും. ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു ഫാമിലി വ്ളോഗായിട്ടാണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാമിലിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറേ വ്ളോഗൊക്കെ എടുക്കാം അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ വീഡിയോസിലൊന്നും വരാൻ. പിന്നെ ഞാൻ ഷോർട്സ് ആണ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത്. ഷോർട്സ് വീഡിയോസിലൂടെ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത കാരണം ലൈവ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ലൈവ് ചെയ്തിട്ടും എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കാരണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ 1-2 വീഡിയോസ് ഇടുമ്പോഴേക്കും ഇവരുടെയൊക്കെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറേ കാശ് കിട്ടുന്നു. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിൻ്റെ മുന്നേ ഇവിടെ നാട്ടിലൊക്കെ ആരൊക്കെ പറഞ്ഞെടുക്കുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറേ കാശ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ കടമ്പകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ, ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഓണായി കിട്ടുള്ളൂ. ഈ 4000 വാച്ച് അവർ ആക്കണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം, നന്നായിട്ട്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനുള്ള എളുപ്പപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യാം. ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതൊരു പറ്റുന്ന സമയത്തോളം ഇപ്പോൾ 1-2 മണിക്കൂറോ നമ്മൾ പരമാവധി ലൈവ് ചെയ്യാൻ നോക്കുക. ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബാഡ് കമൻസും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ നമ്മളതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് അങ്ങനെ ലൈവ് ചെയ്യുക. വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ ലൈവ് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയത് ലൈവ് വഴിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏതോ 1-2 ലോങ് വീഡിയോസ് ഇട്ടപ്പോഴേക്കും നല്ല വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കടമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $100 കംപ്ലീറ്റ് ആക്കണം. $100 കംപ്ലീറ്റ് ആക്കാതെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് ക്രെഡിറ്റ് ആവില്ല. $100 കംപ്ലീറ്റ് ആക്കണം. ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുന്നതിനേക്കാൾ ഇരട്ടി പണിയാണ് അടുത്ത $100 കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് വീഡിയോസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാം. പക്ഷേ ഈ ഡോളർ കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പോൾ കുറേ നമ്മൾ വീഡിയോസ് ഇടുന്നു, നല്ല വ്യൂസ് കിട്ടുന്നു, എന്നാലും ചിലപ്പോൾ അതിലൊക്കെ പോയിന്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഡോളർ കയറുന്നുണ്ടാവുക. ഇപ്പം എല്ലാത്തിലും $10, $20, $100 വെച്ചിട്ട് നമുക്കൊന്നും പെട്ടെന്നൊന്നും കയറില്ല. നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതിനനുസരിച്ച് പോയിന്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഡോളർ കയറുന്നുണ്ടാവുക. പിന്നെ ഇപ്പോൾ ഡോളർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പപ്പണി അല്ല ഞാൻ പറയുന്നത്.
ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ആൾക്കാർ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തരില്ലേ, അതുവഴി നമുക്ക് $100 കംപ്ലീറ്റ് ആകും. $50 അടുത്തൊക്കെ നമ്മുടെ വീഡിയോ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ആയത് ലൈവ് ചെയ്തിട്ട് എനിക്കതിന് സൂപ്പർ ചാറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരോടും എല്ലാവരോടും അതിന് നന്ദി പറയാനുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് അവിടെ നമുക്ക് ഡോളർ കംപ്ലീറ്റ് ആവാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എല്ലാവരും നമുക്ക് സൂപ്പർ ചാറ്റ് ഇട്ടുതരണമെന്നില്ല കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ തരുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ നമുക്ക് സൂപ്പർ ചാറ്റ് ഇട്ട് തരുന്ന ഇതിൽ നമുക്ക് $100 കംപ്ലീറ്റ് ആവാം. അങ്ങനെയാണ് എൻ്റെ ബാക്കി $100 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ $100 കംപ്ലീറ്റ് ആക്കി എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പച്ച പിടിച്ചത് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ $100 കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് കോള് വരുന്നേ, മൃദുലല്ലേ, ഇങ്ങനെ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ വരണം, ബാങ്കിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയപ്പോഴോ അവിടെ അതിലും വലിയ പണിയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നാൽ ശരി 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി $100 കംപ്ലീറ്റ് ആക്കി, ഇതൊന്നല്ല എൻ്റെ അടുത്ത പണി. എനിക്ക് പണി കിട്ടിയത് എനിക്ക് ബാങ്കിൽ നിന്നായിരുന്നു. വേറെ എന്താണെന്നില്ല, നമുക്കിപ്പോൾ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ പ്രൂഫുകൾ വേണം. അവർക്ക് ഇന്ന കുറേ പ്രൂഫുകൾ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് സംബന്ധിച്ചുള്ള എല്ലാ സംഭവങ്ങളും അവർക്ക് പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ SBIയിലായിരുന്നു കേട്ടോ. SBIയുടെ അതിലായിരുന്നു ഞാൻ അക്കൗണ്ട് ചേർന്നിട്ടുണ്ടെന്ന്. അവർക്ക് പല പ്രൂഫുകൾ വേണം. ഇത് എവിടുന്ന് വരുന്നു, ഈ ഡോളർ എവിടുന്ന് വരുന്നത്, ഞാൻ ഹൗസ് വൈഫാണ്, ഇത് എവിടുന്ന് വരുന്നു, എങ്ങനെ കിട്ടുന്നു, പല പല സംശയങ്ങളായിരുന്നു അവർക്ക്. ഞാൻ കുറേ പ്രൂഫുകൾ ഇനി കൊടുക്കാത്ത പ്രൂഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രൂഫുകളൊക്കെ കൊടുത്ത് പിന്നെ അവർ പറഞ്ഞു ഇത് വരും എന്നുള്ളത് അത്ര വലിയ ഇതില്ല, ചിലപ്പോഴേ ഇത് അക്കൗണ്ടിലേക്ക് ശരിയാവുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ പകുതി മനസ്സമാധാനം പോയി, ആകെ ടെൻഷനാവാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു ഇതൊക്കെ വിട്ട് എല്ലാ പ്രൂഫുകളും കൊടുത്തു. അവസാനം ഞാൻ എന്തോ ഒരു പ്രൂഫും കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓക്കെ ആയി തോന്നുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേ അങ്ങനെ എടുത്ത് നോക്കാറില്ല, കാശ് ഒന്നുമില്ലാത്ത അങ്ങനെ എടുത്ത് നോക്കാറില്ല. പെട്ടെന്ന് ഒരു ദിവസം ഗൂഗിൾ പേ എടുത്ത് നോക്കിയ സമയത്താണ് എനിക്ക് അതിൽ നമ്മുടെ ക്രെഡിറ്റ് ആയത് കണ്ടത്. ഞാൻ എൻ്റെ കാശ് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം ഒരുപാട് സന്തോഷം തോന്നിയിട്ടാ. പിന്നെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കിട്ടിയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം. കാരണം എനിക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു വരുമാനം കിട്ടിയതാണ് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം. എൻ്റെ ഫസ്റ്റ് വരുമാനമല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് വരുമാനമാണ്. കാരണം ഞാൻ ഇതിനിടയിൽ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റീസെല്ലിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് വരുമാനമല്ലേ, എല്ലാവരുടെയും മുന്നിൽ ഇത് പറയണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടി, എല്ലാവരും അറിയിക്കണം, സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു, എല്ലാം ഇടുന്നു, ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടിയതിൻ്റെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ കളിയാക്കിയവർക്കൊരു മറുപടി കൊടുക്കാൻ പറ്റിയതായിരുന്നു നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടണം കേട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കായാലും അത്. കാരണം എന്നൊക്കെ കുറേ കളിയാക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അപ്പോൾ അവരുടെ കൊല്ല് കാണ് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിനുള്ളൊരു ഇതായിരുന്നു എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം. യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടിയ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ അവർക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ സാധിച്ചു. പിന്നെ കുറേ വഴിപാടുകളൊന്നുമില്ല, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ മോണിറ്റൈസേഷനായി യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടിയ ഇങ്ങനെ വഴിപാടുകൾ ചെയ്യാന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഒന്നുമില്ല, എൻ്റെ അയ്യപ്പന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വഴിപാട് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറയട്ടെ, ഫസ്റ്റ് യൂട്യൂബ് വരുമാനം മാത്രമല്ല കിട്ടിയത്, രണ്ടാമത്തെ യൂട്യൂബ് വരുമാനം കിട്ടി. അതൊന്നിൽ പറയാം. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് വരുമാനത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടാമത് യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തോന്നൊന്നുമില്ല, ഒരു 5-നും 15-നും നടുക്ക് അങ്ങനെ പറയാം രണ്ടാമത്തെ യൂട്യൂബ് വരുമാനം കിട്ടിയത്. അതും ഈ പറഞ്ഞ പോലെ എനിക്കും എൻ്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചിലവാക്കാനും അങ്ങനെയൊക്കെ ഇതായുള്ളൂ. നമ്മുടെ കയ്യിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയ സമയം. ഇനി മൂന്നാമത്തെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പോൾ അതും വേഗം നടക്കുമെന്ന് വിചാരിക്കുന്നു. അതിന് കുറച്ചും കൂടെ ഉള്ളൂ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുകൂടി എനിക്ക് മൂന്നാമത്തെ യൂട്യൂബ് വരുമാനം കിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, എന്നോട് ഇതുപോലെ എനിക്ക് ആർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മക്കളുടെ ആഗ്രഹത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് വരുമാനം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്, പക്ഷെ വ്യൂസ് ഇല്ല, ചാനൽ മോണിറ്റൈസേഷൻ ആവണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മളതിനെ
സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ട് നമുക്ക് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ പിന്നെയും വീഡിയോസ് ഇടുക. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നന്നാവുന്നത് കാണാൻ ആരും ഉണ്ടാവില്ലല്ലോ, അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മളേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ഡ്രീം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിൽ പരിശ്രമിക്കണം. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. എന്നെ സംബന്ധിച്ച് എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷെ എനിക്കൊരിതുണ്ടായിരുന്നു, ഇതൊന്നും എങ്ങനെയെങ്കിലും എന്നെ കളിയാക്കിയവർക്കൊരു മറുപടി കൊടുക്കണം, ഒരു ഫസ്റ്റ് യൂട്യൂബ് വരുമാനം എന്നുള്ള രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്നും വീഡിയോസ് ഇടും. വെയ്യെങ്കിൽ പോലും, നമ്മളിപ്പോൾ പനിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ വീഡിയോ ഇടും. കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ, നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഡ്രീം സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുന്നേ വേണ്ടില്ല. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്ന വെച്ചിട്ട് നിർത്തരുത്, വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. കാരണം എന്നെ സംബന്ധിച്ചും ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല. തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് 75 പേരെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിർത്തി പോകാൻ വിചാരിച്ച ആളാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ ഞാൻ നിർത്തി പോകാൻ വിചാരിച്ച ആളായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് അവിടുന്ന് 75 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കൂടാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സൊക്കെ. അങ്ങനെ ഇപ്പോൾ 19.8K, അതായത് 20K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നത്. അപ്പോൾ അത്രയും നമ്മളിതിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു റിസൾട്ടിൽ ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എല്ലാവരും പരിശ്രമിക്കാം. അയ്യോ ഒരു ദിവസം വീഡിയോ ഇട്ടു, വ്യൂസ് ഇല്ല, എന്നാൽ ഞാൻ അടുത്ത ദിവസം ഇടണ്ട, അങ്ങനെ മടി പിടിച്ചിരുന്നാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം, നമുക്കൊരു ഡ്രീം വേണം, നമ്മൾ തന്നെ ഇതിൽ കഷ്ടപ്പെടണം. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തരാൻ അങ്ങനൊന്നും ആളില്ല, അല്ലെങ്കിൽ അങ്ങനൊന്നും വിചാരിച്ച് സങ്കടപ്പെടരുത്. വ്യൂസ് ഇല്ല, സബ് ഇല്ല, എല്ലാം ഒരു ദിവസം എല്ലാം ശരിയാവും. നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് അവിടെ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും നമ്മുടെ പരിശ്രമത്തിനൊരു ഇത് കിട്ടില്ലേ, അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പൊ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കിട്ടിയത്. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് പകുതിക്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരായിരിക്കും.